കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ താന്യം യൂണിറ്റിന്റെ 34ാമത് വാർഷിക സമ്മേളനം പെരുങ്ങോട്ടുകര ഗവൺമെന്റ് മോഡൽ LP സ്കൂളിൽ നടന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NE പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരെ സംബന്ധിച്ച് ദീർഘകാലം ജോലിയെടുത്ത് വിശ്രമിക്കേണ്ട സമയത്ത് സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാമല്ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കാമല്ലോ. ഇപ്പൊ സുശീലിന്റെ ചിലപ്പോഴുള്ള ആളുകൾ വിഷമങ്ങൾ കുറെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ സംരക്ഷിച്ച് വേണമെങ്കിൽ മുന്നോട്ട് പോകാമല്ലോ. അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഈ കാലമെന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയെയും ഒക്കെ വലിച്ചെറിയപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സതീദേവി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PN പ്രദീപ് കുമാർ അനുശോചനം രേഖപ്പെടുത്തി. തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി VN വിജയഗോപാൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. താന്യം യൂണിറ്റ് സെക്രട്ടറി രാജൻ പാറേക്കാട്ട് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ AK രാജൻ വരവ് ചിലവ് കണക്കുകൾ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി TS വിശാലാക്ഷി ടീച്ചർ, യൂണിറ്റ് രക്ഷാധികാരി PR സിദ്ധാർത്ഥൻ മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം PK പീതാംബരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TK രാധാമണി, മുൻ ജില്ലാ കമ്മിറ്റി അംഗം NK സുധീരൻ, EV ഉണ്ണികൃഷ്ണൻ, M സതീദേവി, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിമാരായ VK ഉഷ, NS ജയകുമാർ എന്നിവർ സംസാരിച്ചു. ശേഷം 2026-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് വരണാധികാരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ കൊച്ചത്ത് നിർവഹിച്ചു. തുടർന്ന് കലാപരിപാടികൾ നടന്നു.